പാകിസ്ഥാന് താലിബാൻ കണക്കിന് കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയിൽ വന്നപ്പോൾ തന്നെ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി കൃത്യമായി പറഞ്ഞു, പാകിസ്ഥാൻ ഇനി കളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മറുപടി താലിബാനിൽ നിന്ന് ലഭിക്കുമെന്ന്. പക്ഷേ ഒരു നിർദ്ദയം ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ തന്നെ പാകിസ്ഥാന് കൃത്യമായിട്ട് അതിർത്തി മേഖലയിൽ കൃത്യമായ മറുപടി താലിബാൻ കൊടുത്തിരിക്കുന്നു. ഇതൊരു തുടക്കമായിട്ട് കണ്ടാൽ മതിയല്ലേ, ഇനി വരാനിരിക്കുന്ന പണികളുടെ ഒരു തുടക്കം? ഇതൊരു തുടക്കമെന്ന് പറഞ്ഞൂടെ, ഇതിങ്ങനെ തുടരുകയാണ്. കുറേ കാലമായി ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ട്. നമുക്കറിയാം, ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഏതാണ്ട് 2500-2600 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇറാനുമായിട്ടൊരു ബന്ധം വരുന്നത്. പാകിസ്ഥാൻ്റെ ഈ ബലൂച്ച് പ്രവിശ്യയിലാണ് ഇറാനുമായിട്ട് ബന്ധം വരുന്ന ഒരു ഇതുള്ളത്. പക്ഷേ ഈ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, വളരെ പഴക്കമുണ്ട്. ഈ നമുക്കറിയാം, ഈ താലിബാൻ വേട്ടയ്ക്ക് അമേരിക്ക ഇറങ്ങിയപ്പോൾ എല്ലാ ഒത്താശയും ചെയ്തത് പാകിസ്ഥാനാണ്. അന്ന് ഈ ഇരട്ട ഗോപുരം തകർക്കുകയും നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം അറിയാമല്ലോ, അതിനെ തുടർന്ന് ഈ അൽ ഖ്വയ്ദയ്ക്കും താലിബാനും ഒക്കെ എതിരെ അമേരിക്ക ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ആരംഭിച്ചപ്പോൾ അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് AB വാജ്പേയി സർക്കാരാണ്. മാത്രമല്ല, ഈ പാക് കേന്ദ്രീകൃതമായ ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾ എപ്രകാരമാണ് ഈ അമേരിക്കയെ ടാർഗറ്റ് ചെയ്യുന്നത്, അമേരിക്കയിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ അവരുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഉള്ളതിൻ്റെ വിശദാംശങ്ങൾ വാജ്പേയി സർക്കാർ വളരെ കൃത്യമായി നമ്മുടെ മിലിറ്ററി ഇൻ്റലിജൻസും റോയും ഇൻ്റലിജൻസ് ബ്യൂറോയും ഒക്കെ ശേഖരിച്ച തെളിവുകൾ വളരെ കൃത്യമായിട്ട് അന്ന് അമേരിക്കയ്ക്ക് കൈമാറുകയും ചെയ്തു. മാത്രമല്ല, അന്ന് വാജ്പേയി മുന്നോട്ടൊരു സജഷൻ വെച്ചു, ഒരു നിർദ്ദേശം വെച്ചു. ഇതിനെ നമുക്ക് ഒരുമിച്ച് നേരിടാം. ഈ കാര്യത്തിൽ, അതായത് ഇസ്ലാമിക ഭീകരതയെ നേരിടുന്നതിൽ അമേരിക്കയ്ക്ക് ഇന്ത്യ എല്ലാ പിന്തുണയും നൽകും. പക്ഷെ അന്ന് ഈ പറഞ്ഞതുപോലെ അമേരിക്ക, ഈ ബുഷ് ഗവൺമെൻറ് ഭരണകൂടം ഇന്ത്യയുടെ ആ നിർദ്ദേശം തള്ളിക്കൊണ്ട് പരിപൂർണമായിട്ടും പാകിസ്ഥാനെ അവർ കൈകൊടുത്തു. നമുക്കറിയാം, അവർ ഒരിക്കലും ഇന്ത്യയുമായിട്ട് ചേർന്നുകൊണ്ട് ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ നീങ്ങില്ല എന്ന് നമുക്ക് നല്ലവണ്ണം അറിയായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഈ അറബ് രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കയുടെ നിക്ഷേപം, അമേരിക്കൻ കമ്പനികൾ അവിടെ നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഇതിനെ സ്വാധീനിക്കുമെന്ന് നമുക്കറിയാം. എന്നാലും നമ്മൾ ധാർമ്മികമായി ഒരു നിലപാട് അവിടെ എടുത്തു. ഇസ്ലാമിക ഭീകരതയുടെ വേരറുക്കാൻ അമേരിക്കയെ നമ്മൾ സഹായിക്കാമെന്ന്. പക്ഷേ അമേരിക്ക അത് ചെവിക്കൊണ്ടില്ല. അവർ പാക് മണ്ണിൽ നിന്നുകൊണ്ട് ഈ താലിബാനെയും അഫ്ഗാനെയും അവർ എതിർത്തു. അവിടെ ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒരിക്കലും അമേരിക്ക അവിടെ പരിപൂർണമായിട്ട് വിജയിക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. അതുപോലെ സംഭവിച്ചു. അമേരിക്കയ്ക്ക് അവിടെ സമ്പൂർണ്ണമായൊരു വിജയം നേടാൻ ആയിട്ടില്ല. ഈ 1950 ശേഷം, അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക എവിടെയെല്ലാം മിലിറ്ററി ആക്ഷൻ, സൈനിക നീക്കം നടത്തിയിട്ടുണ്ടോ അതെല്ലാം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ഒരു സദാം ഹുസൈനെ പിടികൂടി തൂക്കിക്കൊന്നതുകൊണ്ടോ ഒസാമ ബിൻ ലാദനെ വധിച്ചതുകൊണ്ടോ ഒന്നും അത് അമേരിക്ക വിജയിച്ചു, അല്ലെങ്കിൽ അമേരിക്ക സമ്പൂർണ്ണമായിട്ടും വിജയിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനൊരു അവകാശവാദം അമേരിക്കയും ഉന്നയിക്കുന്നില്ല. അതാണ് അതിലെ വേറൊരു രസം. ഇവിടെ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാക് മണ്ണ് അമേരിക്കയ്ക്ക് ഉപയോഗിക്കാൻ കൊടുത്തത് കൊണ്ട് തന്നെ താലിബാൻ്റെ ഒരു എന്താ പറയുക, അടങ്ങാത്ത വൈരം ഈ പാകിസ്ഥാനെതിരെയുണ്ട്, പാക് ഭരണകൂടത്തിനെതിരെയുണ്ട്. മാത്രമല്ല, ഈ ഖൈബർ പഖ്തൂൺഖ്വ എന്ന് പറയുന്ന പ്രവിശ്യ പാകിസ്ഥാനിൽ നിന്ന് വിട്ട്, ഇത് പാകിസ്ഥാൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്ത് വരുന്ന ഒരു പ്രവിശ്യയാണ്. അപ്പോൾ അവിടെ നിരന്തരമായിട്ട് അവരുടെ ആ പ്രദേശവാസികൾ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകാൻ അവർ താല്പര്യപ്പെടുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം ഈ സിന്ധും പഞ്ചാബുമാണ്. ഈ സിന്ധ് പ്രവിശ്യയും പഞ്ചാബ് പ്രവിശ്യയും പാകിസ്ഥാനിലെ മറ്റ് പ്രവിശ്യകളോട്, അതായത് ഈ ബലൂചിസ്ഥാൻ, അതുപോലെ തന്നെ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ, അതുപോലെ ഈ നമ്മുടെ ഈ പഖ്തൂൺഖ്വ, ഈ ഖൈബർ പഖ്തൂൺഖ്വ, ഈ പ്രവിശ്യയിലെ ജനങ്ങളോടൊക്കെ വലിയ രീതിയിൽ ഒരു വേർതിരിവ് കാണിക്കുന്നുണ്ട്, വിവേചനം കാണിക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളാണ് ഏറ്റവും
പാകിസ്ഥാനിലെ ഏറ്റവും ഉന്നത കുലജാതൻ എന്നുള്ള ഒരു നിലപാടാണ് സിന്ധിലെയും പഞ്ചാബിലെയും ജനങ്ങൾക്കുള്ളത്. നോക്കൂ, പാക് സൈന്യം എടുത്തു നോക്കിയാൽ, പാകിസ്ഥാൻ സിവിൽ സർവീസ് എടുത്തു നോക്കിയാൽ, പാക് ഭരണകൂടത്തിൻ്റെ ഉന്നത തലങ്ങളിൽ എടുത്തു നോക്കിയാൽ ഒക്കെ അവിടെ എല്ലാം തിങ്ങി നിറഞ്ഞിരിക്കുന്നത് ഈ സിന്ധിലെയും പ്രവിശ്യയിലെയും ആൾക്കാരാണ്. അവരാണ് പ്രധാന പദവികളെല്ലാം വഹിക്കുന്നത്. ഇത് പാകിസ്ഥാനുള്ളിൽ കാലങ്ങളായിട്ട് വലിയ അന്തഛിദ്രം ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പാക് സൈന്യം എന്ന് പറഞ്ഞാൽ അത് പഞ്ചാബികളും സിന്ധികളും ചേർന്നതാണ്. ബാക്കിയുള്ളവരെല്ലാം വളരെ നികൃഷ്ടരായിട്ടാണ് അവർ കാണുന്നത്. ഈ പാക് സൈന്യത്തിൽ തന്നെ ഈ പറയുന്നത് പോലെ ഖൈബർ പഖ്തൂൺഖ്വയിലോ ബലൂചിസ്ഥാനിലോ ഉള്ളവരുണ്ടെങ്കിൽ അവർക്കൊന്നും യഥാകാലം അർഹിക്കുന്ന പ്രമോഷൻ കൊടുക്കില്ല. ഒരു തരത്തിലുള്ള എന്താ പറയുക, അവരുടെ മുന്നോട്ടുള്ള പോക്കിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല. അവർക്ക് ശമ്പള വർധനവില്ല. ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാന്തരം പൗരന്മാരായിട്ട് തങ്ങളെ ഗണിക്കുന്നു, തങ്ങളെ പരിഗണിക്കുന്നു എന്നുള്ള പരാതി ബലൂചിസ്ഥാനുണ്ട്, ഖൈബർ പഖ്തൂൺഖ്വയ്ക്കുണ്ട്, അതുപോലെ തന്നെ ഈ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ, ഇങ്ങനെയൊക്കെയുള്ള സിന്ധിലും പ്രവിശ്യയിലും ഉള്ളവർ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും അസംതൃപ്തരാണ്. അതുകൊണ്ട് തന്നെ ഈ അസംതൃപ്തി ഖൈബർ പഖ്തൂൺ മേഖലയിലെ ജനങ്ങളെ വിഘടിച്ച് പാകിസ്ഥാനിൽ നിന്ന് വിഘടിച്ചു പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ബലൂചിസ്ഥാനും സമാനമാണ്. അവർ ഈ സിന്ധ് പ്രവിശ്യ ഭരണം, ആ ഒരു സിന്ധ് പ്രവിശ്യ അല്ലെങ്കിൽ പഞ്ചാബ് പ്രവിശ്യയുടെ മേൽക്കോയ്മ അംഗീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങളൊരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിന്നുകൊള്ളാം, ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സഹായവും വേണ്ട എന്ന് പറഞ്ഞ് വിഘടിച്ചു പോകാൻ ശ്രമിക്കുന്നു. ഇത് ഖൈബർ പഖ്തൂൺഖ്വയിലുമുണ്ട്. ഇത്തരത്തിൽ പാകിസ്ഥാൻ ഏതാണ്ട് 4 കഷ്ണങ്ങളായിട്ട് ചിന്നിച്ചിതറും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇത്രയും പ്രശ്നങ്ങളെ പശ്ചാത്തലമാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ താലിബാൻ്റെ ആക്രമണത്തെ കാണേണ്ടത്. താലിബാൻ ഈ ഖൈബർ പഖ്തൂൺഖ്വയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയാണ് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ച മുമ്പേ അവിടെ ഒരു എയർ സ്ട്രൈക്ക് നടന്നു. ഈ ഖൈബർ പഖ്തൂൺഖ്വയിലെ നിരവധി സ്ത്രീകളും കുട്ടികളും അടക്കം 8 കുട്ടികളടക്കം 30 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അതുപോലെ 15ലധികം കുട്ടികൾ മാരകമായ പരിക്കുകളേറ്റ് ആശുപത്രിയിലായി. ഈ ഒരു എയർ സ്ട്രൈക്ക് അങ്ങ് നടത്തുകയാണ്. പാക് വ്യോമസേന നേരെ പ്ലെയിനിൽ പോയിട്ട് അവിടെ ചെന്ന് ബോംബിങ് അങ്ങ് നടത്തുകയാണ് ഒരു ഗ്രാമത്തിൽ. ഇത് സത്യത്തിൽ സ്വന്തം ജനങ്ങളെ കുരുതി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സൈന്യം. നമ്മുടെ സൈന്യം എന്തിനാണ് നിലകൊള്ളുന്നത്? നമ്മുടെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജനങ്ങൾക്ക് നേരെ ഏതെങ്കിലും ബാഹ്യമായ ആക്രമണം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും തടഞ്ഞ് അവരെ രക്ഷിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ സൈന്യം നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സൈന്യം ശത്രുക്കൾക്ക് നേരെ ആഞ്ഞടിക്കുന്നത്. അല്ലാതെ സ്വന്തം ജനങ്ങളെ, സ്വന്തം പൗരന്മാരെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു ഭരണകൂടമോ സൈന്യമോ അല്ല ഇന്ത്യയിലുള്ളത്. നേരെ മറിച്ച് അവിടെ പാകിസ്ഥാനിൽ അങ്ങനെയല്ല. ഈ പറഞ്ഞതുപോലെ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഈ പറഞ്ഞ സ്വന്തം പൗരന്മാരെ മരണത്തിന് എറിഞ്ഞു കൊടുത്തുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം. അങ്ങനെ ഒരു ഭരണകൂടവും അങ്ങനെ ഒരു സൈന്യവുമാണ് പാകിസ്ഥാനിലുള്ളത്. ശരിക്കും അഫ്ഗാനിസ്ഥാൻ ഒരു ഭീകര സംഘടനയിൽ നിന്ന് രൂപം കൊണ്ട രാജ്യമായാൽ പോലും അവർ ഉറപ്പു പറയുന്നുണ്ട്, ഞങ്ങൾ ഒരിക്കലും മറ്റൊരു രാജ്യത്തേക്ക് ഭീകരവാദം നടത്തില്ല, ഞങ്ങളൊരു രാജ്യത്തെ ആക്രമിക്കില്ല. പക്ഷേ പാകിസ്ഥാൻ ഭീകരവാദമല്ല, ഞങ്ങൾ ജനാധിപത്യമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഭീകരവാദത്തിൻ്റെ കേന്ദ്രമായി, പ്രഭവ കേന്ദ്രമായി മാറിയിരിക്കുമ്പോൾ അതിനെതിരായ നിലപാടെടുക്കുന്ന അഫ്ഗാനിസ്ഥാനാണ് ശരിയെന്ന് നമുക്കിവിടെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഈ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് അവിടുത്തെ ഈ താലിബാൻ്റെ മതഭരണം, ഈ ശരീഅത്ത് ഉൾപ്പെടെയുള്ള ഇത് അടിച്ചേൽപ്പിക്കുന്നതിൽ മാത്രമാണ് സത്യത്തിൽ ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. മറിച്ച് ഈ അഫ്ഗാൻ മറ്റൊരു രാജ്യത്തേക്ക് പറഞ്ഞതുപോലെ ഭീകരത കയറ്റിവിടുന്നില്ല, മറ്റൊരു രാജ്യത്ത് സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നില്ല, മറ്റു രാജ്യക്കാരെ ആക്രമിക്കുന്നില്ല. അവരുടെ ഉള്ളിൽ ചെന്ന് അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ അവരതിനെ തടയുന്നു, പ്രതിരോധിക്കുന്നു, തിരിച്ചാക്രമിക്കുന്നു. ഇതൊക്കെയാണ് നടക്കുന്നത്. അത് മറ്റൊരു വിഷയമാണ്. അത് വലിയൊരു പശ്ചാത്തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിനേക്കാൾ ഉപരി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭീകരത കയറ്റുമതി ചെയ്യുന്ന ഒരു രാഷ്ട്രം, അവിടുത്തെ സൈന്യം തന്നെ ഭീകരതയെ പരിശീലിപ്പിക്കുന്നു, ഭീകരർക്ക് പരിശീലനം കൊടുക്കുന്നു. പ്രത്യേകിച്ചും ഇന്ത്യ വിരുദ്ധത, ഇന്ത്യ വെറുപ്പ്, അതിനെ ഇന്ധനമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യവും ഭരണകൂടവും സൈന്യവും.
അതാണ് പാകിസ്ഥാൻ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല പാകിസ്ഥാനിൽ. നിത്യദാരിദ്ര്യവും പട്ടിണിയുമാണ്. എന്നാലും ഈ ഇന്ത്യ വിരുദ്ധതയും ഇന്ത്യ വിരോധവും ഇന്ത്യ വെറുപ്പും അവർ ഒരിക്കലും അവസാനിപ്പിക്കില്ല. അത് അവരുടെ ഇന്ധനമാണ്. അത് കൈമുതലാക്കിക്കൊണ്ട് അതേ നാണയത്തിൽ അഫ്ഗാൻ ജനതയോട് ഏറ്റുമുട്ടാൻ ചെന്നാൽ അത് വലിയ നാശത്തിനിടയാക്കും. ഇപ്പോൾ ഈ പറഞ്ഞ 2500-600 കിലോമീറ്റർ അതിർത്തിയിൽ എമ്പാടും അഫ്ഗാന്റെ ആക്രമണം നടന്നു കഴിഞ്ഞു, താലിബാന്റെ ആക്രമണം നടന്നു കഴിഞ്ഞു. പാകിസ്ഥാൻ ഉള്ളിൽ നിന്ന് തന്നെ അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കുന്ന, താലിബാനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഇനിയിപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്നറിയാമോ? ഇതിൻ്റെ പുറകിൽ ഇന്ത്യയാണ്. കാരണം അഫ്ഗാനിലെ വിദേശമന്ത്രി ഇവിടെ വന്ന് നമ്മളുമായിട്ട് ചർച്ച നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഇത് സംഭവിച്ചത്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പുറകിൽ ഇന്ത്യയാണ്, ഇന്ത്യയുടെ കുത്തിത്തിരിപ്പാണ്. ഇന്ത്യയാണ് അവിടെ നിരന്തരം ഈ ഭീകര നേതാക്കൾ, ഭീകര സംഘടനയിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ കൊല്ലപ്പെടുന്നു, അജ്ഞാതൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ 2 ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. അവിടെ അതിന് പറയുന്ന മറുപടി ഇത് ഇന്ത്യയാണ് ചെയ്യുന്നത്. എന്താ തെളിവ്? തെളിവൊന്നുമില്ല. ഈ അജ്ഞാതനെ പിടികൂടിയോ? ഇതുവരെ പിടികൂടിയിട്ടില്ല. നോക്കൂ, ഇത്രയധികം ആൾക്കാർ അവിടെ അജ്ഞാതന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. എന്നിട്ട് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ അവിടുത്തെ പോലീസിനോ സൈന്യത്തിനോ ഒന്നും സാധിച്ചിട്ടില്ല. പിന്നെ ഇവർ എന്തടിസ്ഥാനത്തിലാണ് ഇന്ത്യക്കെതിരെ ഈ വെറുപ്പ് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു തെളിവുമില്ല. രാജ്യാന്തര കോടതിയിൽ, ഇന്റർനാഷണൽ കോർട്ടിൽ അവർ പോയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു. അതുപോലെ ഇപ്പോൾ ഈ അഫ്ഗാന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയും ഇന്ത്യയെ അവർ പ്രതി ചേർക്കും. ഇന്ത്യ അഫ്ഗാനോട് ചേർന്നുകൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കുന്നു. കഴിഞ്ഞ ദിവസം ഷെഹ്ബാസ് ഷെറീഫും പാക് പ്രധാനമന്ത്രി, അതുപോലെ തന്നെ അവരുടെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫും പറഞ്ഞു, ഇന്ത്യയെ ഞങ്ങളൊരു പാഠം പഠിപ്പിക്കും, ഇന്ത്യക്ക് ചുട്ട മറുപടി കൊടുക്കും. ഇങ്ങനെ അഫ്ഗാനുമായിട്ട് ചേർന്ന്, താലിബാനുമായിട്ട് ചേർന്ന് ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഇനി ഞങ്ങൾ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യവുമില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും പോകുന്നില്ല. അതേസമയം നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ വിടുകയുമില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് മുന്നോട്ട് പോയാൽ അവിടുത്തെ ജനങ്ങളെ മുഴുവനും എല്ലാ പാക് പൗരന്മാർക്കും തുല്യനീതി ഉറപ്പാക്കിക്കൊണ്ട് ഭരണകൂടം മുന്നോട്ട് പോയാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. മറിച്ച് അത് ചൊറിഞ്ഞ് അഫ്ഗാനെ ചൊറിഞ്ഞു, ഇന്ത്യയെ ചൊറിഞ്ഞ്, ഇങ്ങനെ 2 വശത്തും കിടക്കുന്ന രാജ്യങ്ങളെ ചൊറിഞ്ഞ് തമ്മിലടിപ്പിച്ച് അല്ലെങ്കിൽ അവിടെ അന്തഛിദ്രങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച് അവിടെ കൂട്ടക്കുരുതികൾ നടത്തിയാൽ അതിന് തക്ക മറുപടി നിങ്ങൾക്ക് കിട്ടും. അതിലൊരു സംശയമില്ല. അത് ഇന്ത്യയാണെങ്കിലും കൊടുത്തിരിക്കും, അഫ്ഗാനാണെങ്കിലും കൊടുത്തിരിക്കും. ഇതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പ്രിയൻ പറഞ്ഞതുപോലെ ഈ യുദ്ധം അടുത്തങ്ങ് അവസാനിക്കാൻ പോകുന്നില്ല. ഇത് നിരന്തരം തുടരും. ഈ അഫ്ഗാനികളോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പാകിസ്ഥാന് സാധിക്കില്ല. അമേരിക്കയ്ക്ക് അത് സാധിച്ചില്ല. വലിയ ടെക്നോളജിയും വലിയ സാങ്കേതിക മികവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും അവിടുന്ന് അവസാനം ഏകപക്ഷീയമായിട്ട് കുറ്റിയും പിഴുതു പോകുന്ന അമേരിക്കയാണ് നമ്മൾ കണ്ടത്. ഇന്നാണെങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൈനിക നീക്കത്തിന് അമേരിക്ക തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഈ പറഞ്ഞതുപോലെ അഫ്ഗാനെ പെട്ടെന്നൊന്നും അങ്ങനെ കീഴടക്കാൻ സാധിക്കില്ല. മാത്രമല്ല കാബൂൾ വളരെ സമ്പന്നമാണ്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സമ്പന്നമാണ്. അത് സത്യത്തിൽ ധാർമ്മികമായി ചിന്തിച്ചാൽ നമുക്ക് അവരോട് യോജിക്കാൻ പറ്റില്ല. അത് ഈ മയക്കുമരുന്ന് കൃഷിയിലൂടെ കറുപ്പ് കൃഷി ചെയ്ത് അത് വിറ്റ് പണമുണ്ടാക്കുന്ന ഒരു രാഷ്ട്രമാണ് അഫ്ഗാൻ. അതുകൊണ്ട് തന്നെ അവരോട് ആ കാര്യത്തിൽ നമുക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. പിന്നെ അത് അവരുടെ ആഭ്യന്തര വിഷയമാണ്. നമ്മുടെ രാജ്യത്തേക്ക് അത് കൊണ്ടുവരാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ പാകിസ്ഥാനും മറ്റും അവിടുത്തെ തീവ്രവാദ സംഘടനകളൊക്കെ ഇത് വലിയ തോതിൽ ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിക്കുന്നുണ്ട്, പിടിക്കപ്പെടുന്നുണ്ട്, അവർ പരാജയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ഗിമ്മിക്കുകളായിട്ടൊന്നും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇന്ത്യയിലേക്ക് വരണ്ട. മറിച്ച് നയതന്ത്ര തലത്തിൽ മാന്യമായിട്ട് നമ്മളുമായിട്ട് സഹകരിക്കാൻ വന്നാൽ നമ്മൾ സഹകരിക്കും, ആരുമായിട്ടും സഹകരിക്കും. ഇതാണ് ഇന്ത്യയുടെ ലൈൻ. ഇവിടെ ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ഉടനെ എങ്ങും അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഏറെ നാൾ നീണ്ടു നിൽക്കാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ചും ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ ഉണ്ടാകുന്ന പ്രാദേശികമായ വിഷയങ്ങൾ അത് പരിഹരിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കാതിരിക്കുന്നിടത്തോളം കാലം അതിനെ കൂടുതൽ പരിക്കേൽപ്പിച്ച് അല്ലെങ്കിൽ അതിനെ കുത്തി നോൽപ്പിച്ച് കൂടുതൽ മുന്നോട്ട് പോയാൽ, ഭരണകൂടം മുന്നോട്ട് പോയാൽ ശക്തമായ തിരിച്ചടി തന്നെ ഈ അഫ്ഗാനുമായി ചേർന്ന് ഈ പ്രദേശവാസികൾ നൽകും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അതുകൊണ്ടൊരു സങ്കീർണമായ പ്രശ്നത്തിലേക്കാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഉടനെയൊന്നും അവിടെ ഒരു സമാധാനം, ഒരു പരിഹാരം അതിനുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല.